ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയുണ്ട് ഒക്കെ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി. ഇത് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട്, അതായത് ഊട്ടി വന്നിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. ഞാനെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അതറിയാനും നിങ്ങൾ ഇനി വരുന്ന ഭാഗം ഫുള്ള് കണ്ടാൽ മതി കേട്ടോ. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ ഗൈസ്. നമ്മുടെ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻ ഫുൾ മൂഡ് ഓൺ ആണ്. നമ്മൾ ട്രിപ്പ് എന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഉറങ്ങി എണീച്ചാട് എനിക്ക് ഭയങ്കര മൂഡ്. ഞാൻ ഷോപ്പെല്ലാം ലീവാക്കി, എനിക്ക് ഷോപ്പിന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്. എടാ ഒരു മിനിറ്റ്, എടാ ഒരുത്തന്നെ എടുത്ത പണിയില്ല. ഇതാ ഗൈസ്, ഒരു മിനിറ്റ് ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ വണ്ടി ഇവനിവിടെ പാർട്സ് ആക്കി കൊണ്ട് നിൽക്കുക. ഇവൻ ആരാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. എൻ്റെ പേര് പണ്ട് തൊട്ടേ ഉള്ളതാണ്. വേറെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വേറെ തന്നെ കാണിച്ചു തരാം. ഇതേണ്ട ഗൈസ്, പോത്ത് പോലെ കിടന്നുറങ്ങുന്ന ഡാറ്റാ തല കാണിച്ച. ഇവൻ്റെ പേര് ശിശു എന്നാട്ടാ, കണ്ണൻ്റെ ഫ്രണ്ടാ. അവൻ്റെ പേര് കണ്ണൻ എന്നാട്ടാ. നമ്മൾ ഊട്ടിക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ട. ആദ്യം വേറൊരു ചങ്ങായിൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഓനാണെങ്കിൽ ക്വാറൻറ്റൈനിലാണ് ഉള്ളത്. നമ്മളെ വീട് എന്ന് വെച്ചാൽ ഇവിടെ തലശ്ശേരിയിലാണ്. തലശ്ശേരി നിന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നത്. 2 വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഞാനും ഇവനും കൂടിയിട്ട് ഇവൻ്റെ പൾസർ 220 പോവും. പിന്നെ എൻ്റെ വണ്ടി കൊടുക്കുന്നത് ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കപ്പിൾസാണ്. അവർക്കാണ് എൻ്റെ വണ്ടി കൊടുക്കുന്നത്. ഓരും കൂടി വന്നാൽ ഫുള്ള് സെറ്റാണ്. നമ്മൾ 4 ആളും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ കാര്യമായിട്ട് പ്ലാനിങ് ഒന്നും ഇല്ല, എല്ലാം ഇവൻ്റെ കയ്യിലാണ്. എന്താ റൈഡർ കണ്ണൻ ചെക്കൻ ഫുള്ള് വൈബിലാട്ടോ. ഓൻ എൻ്റെ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുക. വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്താൽ ശരിയായില്ല കേട്ടോ. ഞാൻ വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം, വെയിറ്റ്. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ വണ്ടി. ഇപ്പോൾ ഉള്ള കോലം നോക്കണ്ട, ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഫുള്ളങ്ങനെ പൊടി പിടിച്ചിട്ടുള്ളത്. ഇതാ TVS എൻഡോർക്കാണ് വണ്ടി. എൻ്റെ പൊന്നെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സർവീസിന് കൊടുത്ത വന്നലമ്പാട്ടാ. ഉള്ളിലുള്ള സ്പാൻഡറിൽ ഇവനില്ലേ, അതായത് കയ്യിനെ കൊണ്ടാണ് കഴിച്ചെടുത്ത്. കയ്യിനെ കൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു കൊടുക്കടാ. ബോൾട്ട് പറഞ്ഞു കൊടുക്കടാ, അഭിപ്രായം പറഞ്ഞു കൊടുക്ക് സർവീസ് സെൻ്ററിനെ പറ്റിയിട്ടുള്ളത്. ഓനിക്കൊന്നും പറയാനില്ല പോലും. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സാധനം ഇല്ലേ, അതൊന്നും പറയണ്ട. നമ്മൾ ജെന്യൂനായിട്ട് അഭിപ്രായം പറയണ്ട. ചില സ്ഥലത്തെല്ലാം കിട്ടില്ല സർവീസ് ആട്ടാ. ഞാൻ ഇപ്പോൾ സർവീസ് ചെയ്തത് കൂത്തുപറമ്പ് നിന്നാണ്. കൂത്തുപറമ്പല്ല, പാനൂരിൽ നിന്നാണ്. പാനൂർ വേറെ അലമ്പ്. ഇനി കൂത്തുപറമ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ്ട, ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ, കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ വീണ്, എണ്ണ ടാങ്കിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയോ ഉണ്ട്. അത് എടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എണ്ണ ടാങ്കി കഴിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളായി. ഇതിപ്പോൾ ഇങ്ങനെ മൂടിയിട്ടാണ് കുറേ ദിവസമായിട്ട് നടക്കുന്നത്. ഇനി ഗൈസ്, ഞാൻ ട്രിപ്പിൻ്റെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് പോകാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 2:10 രാത്രി 2:10 ഫുള്ള് ഇരുടാണ്. എല്ലാവരും ഉറങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ കണ്ണനെ കാത്തിരുന്നു. ഇപ്പോൾ വന്നിന് എന്തോ ബുക്കും പേപ്പർ പോയിട്ട് വെച്ചിട്ടാണ്. ഫോട്ടോ എടുത്താൽ മതി എടുത്തിട്ട് എന്നാൽ എടുക്കാൻ പോയിന്. ഓനിപ്പോൾ ഓനും കൂടി എത്തിയിട്ട് നമ്മളിപ്പോൾ ട്രിപ്പ് പുറപ്പെടും. ഇപ്പോൾ നമ്മളെല്ലാം സെറ്റാണ്. ഇതാ ഹെൽമെറ്റ്, 2 ആൾ ഹെൽമെറ്റ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ജാക്കറ്റ് ഉണ്ട്. നല്ല തണുപ്പായിരിക്കുമല്ലോ ആ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിന്. പിന്നെ ഒരു കുപ്പിയും വെള്ളം എടുത്തിന്. ഒരു കുപ്പി കണ്ടിട്ടില്ല ഞാൻ. ആ കുപ്പിയും വെള്ളം എടുത്തിന്. 4 ഓറഞ്ച് എടുത്തിന് കേട്ടോ. നാരങ്ങ ഉണ്ടേനെ ഇടാ. നാരങ്ങ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ 4 എടുത്തിന്. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ നാരങ്ങ എടുത്തിട്ട് ഉമ്മ തന്നിരുന്നു. അന്നേരം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഉമ്മ പറഞ്ഞത് എന്തെങ്കിലും തിന്നാൻ പോകുമ്പോൾ എടുത്താൽ മതി. പിന്നെ രാത്രി പോകാൻ നിന്നതേനും. ബട്ട് ഉമ്മ പറഞ്ഞ് രാത്രി പോകണ്ട, പിന്നെ ആടെ ഭയങ്കര മഞ്ഞായിരിക്കും പോകുന്ന വഴിക്ക്, അന്നേരം വലിയ സീനാവും. അതുകൊണ്ടാണ് പിന്നെ ടൈം മാറ്റി പിടിച്ചത്. ഇപ്പം എന്തായാലും 2:30 ആവുമല്ലോ ഇവിടുന്ന് പോകാൻ. ഇനി ഓനെന്തായാലും വന്നിട്ട് വേണം എണ്ണ അടിക്കാൻ പോകാൻ. എണ്ണ നമ്മൾ പന്തക്കലിന് അടിക്കുന്നത്, റിലയൻസിൽ നിന്ന് അടിക്കുന്നത്. ഇനി എണ്ണ അടിക്കാൻ നേരെ ചുറ്റിയിട്ട് പോകണം. എൻ്റെ വീടെന്ന് വെച്ചാൽ പൊന്നത്താണ്. പൊന്നത്ത് നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് പോയിട്ട് എണ്ണ അടിച്ച് നേരെ വിടണം. ഏത് വഴിയോ പോകുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ചോനയുടെ വഴിയാണെന്നാണ് അവൻ പറഞ്ഞത്. നേരെ ഊട്ടിക്ക് പിടിക്കേണ്ട വഴിയാണ്. അപ്പോൾ ഇനി ഓൻ വന്നിട്ട് നമ്മൾ നേരെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറ്റും ഞാനൊരു ബീറോൾ എടുക്കുക. ബട്ട് ഭയങ്കര ഡാർക്ക്നെസ് ആണ്. നിങ്ങൾക്ക് ഈ സൗണ്ട് മൈക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ മൈക്ക് അങ്ങ് ദൂരെയാണുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും ഈ ട്രിപ്പിൻ്റെ കാര്യം രാവിലെ ആയാലും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ രാത്രി പോലെ വേറെ നഷ്ടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആടെ എത്തുമ്പോൾ ആ കോടം മഞ്ഞ് കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഇരിടായിരിക്കൂലേ. ഇപ്പോൾ എന്തായാലും ഇനി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു രാവിലെ ആവും അവിടെ എത്താൻ. എന്നാൽ നല്ല വെളിച്ചുണ്ടാകുന്നത്. ആ ടൈമിന് ബാക്കി കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ
അടുത്ത ക്ലിപ്പ് വരെ കാണുന്നവരെ ബൈ 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 ബൈ. അപ്പോൾ എല്ലാം സെറ്റായി വെച്ചാൽ എല്ലാം സെറ്റായി. 2 മണിക്ക് എണീച്ച് എല്ലാം സെറ്റായതാ. എന്നിട്ട് എടുത്ത വീട്ടിൽ വണ്ടിയിൽ ബുക്കും പേപ്പറും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് വിളിക്കുന്നത്, എടാ റസിനെ നമുക്ക് ട്രിപ്പ് നാളെ ട്രിപ്പ് രാവിലെ 4 മണിക്ക് പോയാൽ പോരെ. എന്നിട്ട് എന്താ കോടിതാ ഗൈസ്. 4 മണിക്ക് എന്ന് പറഞ്ഞിട്ട് ഓൻ വന്നത് 4:00 വന്നിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങുന്നത്. ഞാൻ ഇവിടെ സോഫയിൽ കിടക്കുന്നുണ്ടെങ്കിലും ഓൻ വന്നവിടെ വിളിച്ചിട്ട് അങ്ങ് ഇടിച്ചിട്ട് പോകാലോ. 5 മണി കഴിഞ്ഞിപ്പോ. രാവിലെ എപ്പോ പോവാൻ നിന്നത്? 2 മണിക്ക് പോകാൻ നിന്നാ. അതുമല്ല, ഇന്നലെ രാത്രി പോവാൻ നിന്നതാ. 5 മണിയായി ഗൈസ്. ഇപ്പൊ 5 മണിക്ക് വേഗം പുറപ്പെടട്ടെ. എല്ലാം സെറ്റായി. ബാഗെല്ലാം ഉണ്ട്, ഒരു കൂടുതൽ ബാഗെല്ലാം മാസ്ക് എല്ലാം എടുത്തിന്. ഞാൻ 2 മാസ്ക് എക്സ്ട്രാ എടുത്തു. അപ്പൊ ഗൈസ് നമുക്കിനി ട്രിപ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തേച്ച് ഞാൻ കാണിക്കാം. ഇപ്പൊ നമ്മൾ എന്തായാലും പുറപ്പെടുന്നതാണ്. ഇപ്പൊ ടൈം എത്രയാണ്? 5 മണി ആയില്ലേ? 5 മണി. ഞാൻ ഇപ്പം ജാക്കറ്റ് ഇടുന്നില്ല. എന്തായാലും ഈ ജാക്കറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ജാക്കറ്റ് ഇപ്പോൾ അത്ര വലിയ തണുപ്പ് ഉണ്ടാവില്ലല്ലോ. ഇനി തണുപ്പ് തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും ജാക്കറ്റ് ഇടാം. അപ്പോൾ ഗൈസ് ബാക്കി കാര്യങ്ങളായി കാണിക്കുന്നത്. ഗൈസ് നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയില്ല. നമ്മൾ റൂട്ട് കയറിയത് ഏതാന്ന് വെച്ചാൽ മറ്റേ മാഹി റൂട്ട് പോയാൽ. മാഹി റൂട്ടല്ല, ചായ പൊറോട്ട ഉണ്ടോ? എന്താ കാര്യം? ഞാൻ വെള്ളപ്പം എടുത്തു. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറിയിട്ടുള്ളൂ. ഏതാ സ്ഥലം എന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ സ്ഥലത്തിന്റെ പേരറിയാടാ? സ്ഥലത്തിന്റെ പേര് വെജിറ്റബിൾ കുറുമ എടുക്കല്ലേ? വെജിറ്റബിൾ കുറുമ എടുക്കാം. ഓക്കെ, നമ്മളിപ്പോ വെള്ളാപ്പോ വെജിറ്റബിൾ കുറുമ ഓർഡർ ചെയ്തത്. നമ്മളിപ്പോ ഉള്ളത് ഉള്ളിയേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ഹോട്ടലാണ് ഇരിക്കുന്നത്. വിശക്കുന്നല്ലാണ് കുറെ നേരം ഇല്ല ഇറങ്ങി. പിന്നെ വരുന്ന വൈക്കുള്ള കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുക ഹെൽമെറ്റ് മേലെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഇതു പിന്നെ മൊബൈലാണുള്ളത്. ചിലപ്പോൾ മൊബൈലെല്ലാം പാറിപ്പോവും. വെറുതെ എന്തിനാണ്? ആകെ ഒരു മൊബൈലാണുള്ളത്. എടാ കോപ്പി റൈറ്റ് അടിക്കണം. പാട്ട് വെക്കില്ല. ഏത് പാട്ട് കോപ്പി റൈറ്റ് അടിക്കും? അതാണ് യൂട്യൂബ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ പോകുന്നത് ഭയങ്കര നോയ്സാണ് കേട്ടോ ഇവിടെ. ഇനി നേരെ പോകുന്നത് താമരശ്ശേരിയില്ലേ? താമരശ്ശേരി വഴിയാണ് നമ്മൾ പോകുന്നത്. താമരശ്ശേരി വഴി നേരെ ഏത് റൂട്ടാടാ? നേരെ ഊട്ടി. താമരശ്ശേരി വഴി നേരെ ഊട്ടി. അനക്ക് റൂട്ടൊന്നും അറിയില്ല കേട്ടോ. ഇവനാ റൂട്ട് ഇതാക്കുന്നത്. അപ്പോൾ ആ റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ്സ് തരാം. അല്ലാണ്ട് എനിക്ക് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തായാലും ഇവനെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഇത്ര നേരം ഡ്രൈവ് ചെയ്ത് കഴിയണ്ട ചോദ്യം പണ്ടാരടങ്ങി. ഞാൻ ഗ്ലൗസ് കിട്ടിയില്ലായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ. ഞാൻ വിചാരിച്ച എണ്ണ പമ്പ് വരെ പോകണ്ടു. ബാക്കി ഇവനെ എടുക്കുന്നു. ഇവൻ എന്നോട് എടുക്കുന്നത്. ബാക്കി തേച്ചെടുത്ത് മതിയെ പോയി. ഞാൻ എന്തായാലും അവനെ കാണിച്ചു തരാം. അവന് നേടി കഴിക്കുന്നുണ്ട്. കണ്ട ഹലോ വരടാ. നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം ഹെൽമെറ്റ് പോലും വെച്ചിട്ടോ റെക്കോർഡ് ചെയ്തത്. ഈ ഹോട്ടലിലാണെന്ന് കാണിച്ചേട്ടാ. ഹോട്ടല് ഇനി എത്ര എടാ ഇനി 3 മണിക്കൂർ ഉണ്ടാവും. 3 മണിക്കൂർ ഉണ്ടാകും എത്തുക. ഇപ്പൊ ഒരു ഫ്രീ ആയിട്ട് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് എത്തിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരാം. ഇനി അവിടെ താമരശ്ശേരി ചുരത്തിൽ ഞാൻ എന്തായാലും വീട്ടിൽ കുറേ കാര്യം ഉള്ള ആഗ്രഹം താമരശ്ശേരി ചുരം പോകുന്നത്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. മൈലേജ് നോക്കി. മൈലേജാ എൻ്റെ അപ്പം കഴിച്ച് ഇത് കണ്ടോ? അനങ്ങിയിട്ടില്ല എണ്ണ. പൊളി വണ്ടി കേട്ടാ. ഇത് എത്ര വരെ ഞാൻ ഓടിക്കുന്നതാ. ഇനി ഇവനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കിലിരിക്കുക റെക്കോർഡ് ചെയ്യുക. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഹെൽമെറ്റ് ഇടണ്ട. പിന്നെ ഞാൻ ഹെൽമെറ്റ് ഇട്ടോളൂ. ഹെൽമെറ്റ് ഇടാണ്ട് പോകാൻ പാടില്ല കേട്ടോ. ബാക്കിലിരിക്കുന്നതാണ് ശരിക്കും ഹെൽമെറ്റ് ഇടണം. ഇവിടുന്ന് ഫുഡ് കഴിച്ചേട്ടാ. ഫുഡ് കഴിച്ചിട്ട് 150 രൂപ. 2 ഓംപ്ലേറ്റും കഴിച്ചിന്. ബട്ട് നോട്ട് വോത്തി. 140 റുപ്യ. ആർക്കറിയാം. നല്ല പൈസ തന്നെ കേട്ടോ ഗൈസ്. എന്തായാലും ഇപ്പം പോവാ. 4 റുപ്യ മുട്ടക്ക് ഓംപ്ലേറ്റ് എടുത്ത് 20 ഡബിൾ ഓംപ്ലേറ്റ് ആവുന്നു. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇനി ട്രിപ്പിൻ്റെ ഇടയ്ക്ക് നല്ല കിട്ടിയിലും വ്യൂസ് എല്ലാം വരുമ്പോൾ എന്നെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇവരെ ബാക്കിൽ ഇരുത്തിയിട്ട് നോക്കും ഇവർ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. ഗൈസ് നമ്മളങ്ങനെ ഒരു പുതിയ വഴി കണ്ടുപിടിച്ചിട്ടാണുള്ളത് സംസാരിക്കേണ്ടിട്ട്. ഇതുണ്ടോ എൻ്റെ ഇയർഫോൺ കുത്തിയിട്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിഞ്ഞു പോയാലെല്ലാം പോയി. ഇതെടുത്തിട്ട് നമുക്ക് ഉള്ളിലിടാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാം. ഇത്രയും നേരം റെക്കോർഡ് ചെയ്ത് വെച്ച് സൗണ്ട് ഇല്ലാണ്ട് അതൊക്കെ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. ഇനി മുതൽ റെക്കോർഡ് ചെയ്ത് വെച്ച് സൗണ്ട് ഉണ്ടാവും. ഹൈടെക് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്.
ഇയർഫോണൊക്കെ കുത്തിക്കയറ്റി നമ്മളെ ഹെൽമെറ്റ് ഇപ്പോൾ ഹൈടെക്കായി. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ കുറച്ച് സ്ഥലം കാണിച്ചു തരാനുണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ നിർത്തിയാട്ടെ. ഇവനിക്ക് ഫോൺ വന്നിട്ട് നിർത്തിയതാണ്. ഇവൻ്റെ അമ്മ വിളിച്ചിട്ട് എന്തോ എവിടെ എത്തിയെന്നുള്ള ചോദിക്കേണ്ടി വിളിച്ചതാണ്. അന്നേരം പിന്നെ ഓൻ്റെ അവിടെ ഇപ്പാരാണ് വിളിച്ചേ? ഇൻ്റെ ഓളെ വിളിച്ചേ? പിന്നെ ഓളെ വിളിച്ചേ? എൻ്റെ ഓള അത് ഇപ്പോൾ ഓൻ്റെ ഓള് വിളിച്ചിട്ടാണ് ഉള്ളത്. ഓളോട് സംസാരിക്കുന്ന. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്ഥലമെല്ലാം കണ്ടിട്ട് വരാം ഗൈസ്. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ക്യാമറ തിരിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ വണ്ടീൻ്റെ കോലും ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. വണ്ടീൻ്റെ ഇവൻ കണ്ട മഡ്ഗാർഡില്ല, അതുകൊണ്ട് ഫുള്ള് ചളി എറിച്ചിട്ട് ഈ ബാഗിൻ്റെ മേലെയാണ് ചളി തേച്ചുള്ളത്. ഞാൻ എന്തോ ഭാഗ്യത്തിന് ബാഗ് ഇട്ടുകൊണ്ട് എൻ്റെ ഈ മഞ്ഞ കുപ്പായം ഒന്നുമായില്ല. ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് നടന്നാൽ ഫോണിന് സ്റ്റെബിലൈസേഷൻ ഇല്ലേ ഗൈസ്, അതുകൊണ്ട് കുറച്ച് ഇളക്കെല്ലാം ഉണ്ടാകും. ബട്ട് ഞാൻ പരമാവധി എൻ്റെ കയ്യിനെ കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇവിടുത്തെ റോഡാണ്, ഈ റോഡിൽ നടക്കുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഒന്നും വർക്കാകുന്നില്ല കയ്യിൻ്റെ. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ഭാഗത്തായിരുന്നു നമ്മൾ ആദ്യം നിർത്തിയത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ട, പൊളിയല്ലേ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടണം കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലോറിയാണ്. ലോറിയെ കൊണ്ട് ഭയങ്കര തിരക്കാണ്. ചില ടൈമിൽ ലോറി ഒന്ന് അടിച്ചെന്നല്ല വിചാരിക്കുക, അങ്ങനത്തെ വരുത്താണ് വരുന്നത്. ഒരു മഴയില്ലാത്ത വരുത്താണ്. പൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സെല്ലാം വരുന്ന വഴിക്കുണ്ടായ ക്ലിപ്സെല്ലാം ഞാൻ എന്തായാലും ഇതിൻ്റെ പേരം തന്നെ ഇടാം. മുമ്പേ ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടിടാം. എന്താ പറയാൻ പറ്റില്ല. നമുക്ക് ഇനി മുതൽ അങ്ങോട്ടുള്ള വോയിസൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. പൊളിയില്ലേ ഗൈസ്. ഗോ സ്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടി മെല്ലെ പോകുന്നത്, നീങ്ങുന്നില്ല സാധനം. 220 ആയതുകൊണ്ട് തന്നെ കുറച്ച് മര്യാദക്ക് പോകുന്നുണ്ട്. എടാ കഴിഞ്ഞാടാ കോൾ കഴിഞ്ഞാ? അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടാ ഇത് ഈ കുഞ്ഞ് അതെന്താണെന്ന് നിങ്ങൾ ഊഹിക്കട്ടെ. ഇവൻ്റെ വണ്ടിയാണ്. ഇവൻ്റെ വണ്ടിയാണ്. അപ്പോൾ പൊളിയാണ് കേട്ടോ, വണ്ടി പൊളിയാണ്. ഇത് ഞാൻ അവനക്ക് ഒരിക്കൽ വാങ്ങിച്ചു കൊടുത്താൽ കീ ചെയിനാ. കുറേ ആൾ ഇവനോട് ചോദിച്ചു മാറ്റുന്നില്ലേ എന്ന്. ഇവൻ പറഞ്ഞ് ഇല്ലടാ അതെനിക്കൊരാൾ മാറ്റി തന്നെയാന്ന് പറഞ്ഞ് എന്നോട് ഇന്നലെ പറഞ്ഞു അവന്. അപ്പോൾ ശരിയാ, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ലക്കിടി വ്യൂ പോയിന്റിലാണ്. ലക്കിടി വ്യൂ പോയിന്റിലേക്ക് കുറേ നേരം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്ത് വരുന്നത്. ഇവനിക്ക് ഈ സ്ഥലമെല്ലാം എവിടുന്നല്ലോ അറിയാം, ഇവൻ എവിടെയെല്ലാം പോയിട്ടെല്ലാം കണ്ടുപിടിച്ചാണ്. അന്നേരം നമുക്ക് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ്. കാണിച്ചിട്ടുള്ള എൻ്റെ പൊന്നോ ഗൈസ്, പൊളി വ്യൂ ആണ്. കിട്ടിയില്ല വ്യൂസ് അല്ലേ. നിങ്ങൾ അവിടെ നോക്കുക, അവിടെ കണ്ട, അവിടെ സുഖം ചെയ്ത് കാണിച്ചു കൊടുക്കടാ. അവിടെ നമ്മൾ വന്ന ചോരാണത് ഗൈസ്, നമ്മൾ വന്ന ചോരാണ്. ഏത് ലുക്കല്ലേ ഗൈസ്, പൊളിയാണ്. എൻ്റെ പൊന്നോ, എന്ത് മേഘമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന സ്ഥലം. നിങ്ങൾ എന്തായാലും ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരേണ്ടതാണ്. കിട്ടിയില്ല വ്യൂസാണ് ഈ ഭാഗത്തുനിന്ന്. പിന്നെ അവിടെ കണ്ട നമ്മൾ വന്ന ആ റോഡ്, പിന്നെ ഇവിടെ എവിടെയോ ഉണ്ട്, അവിടെ അടുത്ത റോഡ്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഫോണിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവിടെ നിന്ന് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പേടിയായിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ഇതാക്കുന്നത്. ആ പേടിയൊക്കെ ഇനി മാറി കിട്ടണം നമുക്ക്. ഇനി ഇവിടെയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ചുറ്റി കണ്ടിട്ട് പിന്നെയോ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു വീട്ടിൽക്കാരൻ ഇപ്പോൾ പൊളിപ്പിച്ച് പോയിട്ടുണ്ട്. ഇത് കേട്ടൊക്കെ ഇവിടുന്ന് നൈസാണ്. നൈസ് എന്നെല്ലാം വെച്ച നൈസ് വ്യൂ ആണ്. ആ ഉണങ്ങിയ മരോ അന്തസ്. അങ്ങൊരു സിറ്റി ഉണ്ട് കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒരു സിറ്റി ഉണ്ട്. ആടാ ഞാനെന്നാൽ ഇവനിക്ക് പിക്കെല്ലാം എടുത്ത് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ബൈ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം എടുത്തത് ആ ചെറിയ ഭാഗമെല്ലാം കാണിച്ചതില്ല, അത് അവിടെ നിന്നിട്ടാണ്. അവിടെ ഫുൾ ആൾക്കാർ. ഇവിടെ കണ്ടോ ഇവിടുത്തെ സെൽഫി ഒക്കെ എടുക്കുന്ന, ഇവിടെ സെൽഫിയൊക്കെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്, കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കൊറോണയാണെന്നില്ല, കുറേ ആൾക്കാർ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്ത് പോവുക. അധികം പുറത്തുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ നടത്താണ്ടിരിക്കുക. ആ ഒരു ടിപ്പ് തരാനുള്ളൂ. വേറെ പോകുന്ന ആൾക്കാരോട്, എന്നെ പോകുന്ന ആൾക്കാരോട് എന്ത് ടിപ്പ് കൊടുക്കാനാണ് പോട്ടാന്ന് അറിയാൻ പറ്റുക. ഞാൻ പോട്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും ചാനൽ അടിച്ചോളൂ. വെൽക്കം ടു വയനാട്. പൊളി ഗൈസ്. ഇവിടെ സാധാരണ ചെക്കിങ് ഉണ്ടായില്ല. നമ്മളെ പൊല്യൂഷൻ 2 ദിവസം മുമ്പേ നിന്ന് ഇവിടെ പൊല്യൂഷൻ ഒരു മാസം മുമ്പേ ആ 40 പൊല്യൂഷന്റെ പേപ്പർ ഇരുന്നില്ല. ഇതിന്റെ പോലീസ് വിളിച്ചോ ഇവിടെ ആണെങ്കിൽ പൊല്യൂഷന്റെ പേപ്പർ ഇല്ലാണ്ടാണ് ഗൈസ്. സോറി ഗൈസ്, ഇത്രയും നേരം ഇത് തുറന്നിട്ടില്ല, വൈസർ തുറന്നിട്ടില്ല ഞാൻ ഇതാക്കിയത്. പൊല്യൂഷന്റെ പേപ്പർ ഇല്ലാണ്ടായിരുന്നു വണ്ടി എടുത്തിട്ട് പോകുന്നത്. എന്താണ്
നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ടോണ്ടോ അല്ലെങ്കിൽ പൊല്യൂഷനും കൂടി അടിച്ചിട്ടേനും വരും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു ബോർഡ് ഉണ്ട്. എന്താ ബോർഡ് എന്നല്ലേ ഇതേണ്ട ഈ ബോർഡ് കണ്ട പൊല്യൂഷൻ ടെസ്റ്റിംഗ് നമ്മൾ തപ്പിക്കൊണ്ട് നടന്ന സാധനമാണ്. ഇതാ നമ്മൾ വയനാട്ടിലെത്തിയിട്ടാണ് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റിംഗ് കിട്ടുന്നത്. ഇവിടെ കണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എടാ നിനക്ക് പൈസ ഇല്ലടാ. ഇപ്പോൾ ആ പൈസ ഞാൻ തന്നെ കൊടുക്കണം ഗൈസ്. അപ്പോൾ ഈ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇനി ബാക്കി അങ്ങോട്ട് പോകാൻ, അല്ലെങ്കിൽ സീനാണ്. വെറുതെ എഴുത്തെങ്കിലും പോലീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ഈ പൊല്യൂഷൻ അടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം. പോകുന്ന വഴിക്ക് ഇത് കണ്ടോട്ട് മാത്രമാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്ത്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യില്ലേനും. ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിലെ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഹെൽമെറ്റിൻ്റെ ഉള്ളിലെന്ന സംഭവം ഇതാണ്ടാ, എൻ്റെ ഇയർഫോണാണിത്. ഇവിടെ കണ്ട ഇയർഫോണിൻ്റെ സാധനം മറ്റേ മൈക്കില്ലേ അവിടെ ഞാൻ കുത്തി കയറ്റി വെച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഇത്രയും നേരം മറ്റേ വോയിസൊക്കെ റെക്കോർഡ് ചെയ്തത്. പൊളിയല്ലേ, അരക്കര ചിരിയെടുത്ത് കഴിച്ചു ഓരോരോ ഊള ട്രിക്കേ. അപ്പോൾ ശരി കഴിച്ചു. അപ്പോൾ കേസ് നിങ്ങൾ ഇതുവരെ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ ഇങ്ങനെയാണ് പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ. ഒരു വലിയ കോയിൽ പോലത്തെ സാധനം എടുത്തിട്ട് ഇതിൽ കുത്തി വെക്കും. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഇവരെന്തോ എന്തോ ചെക്ക് ചെയ്യുന്ന സാധനം എന്നാണ് പറഞ്ഞത്. ഇവന് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവനിക്കുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. വാ കണ്ണ വാ. ഇവനിക്ക് എന്താ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഇവൻ്റെ കീ ചെയിൻ ഫുള്ള് പോയിട്ടില്ലേ, നമുക്ക് പുതിയൊരു കീ ചെയിൻ വാങ്ങിക്കാം ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരു ഷോപ്പ് കണ്ടത്. കീ ചെയിൻ വണ്ടീൻ്റെ ആക്സസറീസ് എല്ലാം കിട്ടുന്നൊരു ഷോപ്പ്. അന്നേരമോ ഇവനിക്ക് ഞാനൊരു ഓഫർ കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട കീ ചെയിൻ എടുത്ത് ഞാൻ വാങ്ങിത്തരും. ഇഷ്ടപ്പെട്ട കീ ചെയിൻ എടാ അധികം വില എൻ്റെ നടക്കല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ, ആവശ്യമെങ്കിൽ എടുത്തോ. ഒരമ്മക്കെല്ലാം പൈസ എല്ലാം സെറ്റാക്കി തരുന്നു. വേറെ ഷോപ്പിൻ്റെ മുതലാളി ഞാൻ. നിങ്ങളെ പേരെന്താ? ഷംസീറ. എടുത്ത് തന്നെ സ്ഥലം? മലപ്പുറം അല്ലേ? ആ ഷംസീർ ഖാൻ്റെ ഷോപ്പാട്ടെ ഇത്. മോനെ ഇപ്പം എങ്ങനെ സെലക്ട് ചെയ്യാ? കീച്ചേന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. പൾസറിന് സാധനം ഉണ്ടോ? പൾസറിന് എഴുതിയിട്ടുണ്ട്. ചെക്കൻക്ക് പൾസറിന് എഴുതിയ സാധനം വേണം പോലും. രണ്ടാളും കൂടി തപ്പ. നമുക്ക് ഇവിടെ വേറെ എന്തെല്ലാം ഉള്ളേ നോക്കാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ കേട്ടോ? വെള്ളംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഷോപ്പാണ്. നിങ്ങൾ വന്നിട്ട് ഇതിൽ പോകുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തോ. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട വണ്ടിൻ്റെ ആക്സസറീസ് എല്ലാം ഉണ്ട്. വണ്ടി പെട്ടെന്ന് എന്തെങ്കിലും പണിയെല്ലാം കിട്ടിയാൽ അതിന് വേണ്ട ആക്സസറീസ് എല്ലാം ഉണ്ടാവില്ലേ ഇവിടെ? പെട്ടെന്ന് വണ്ടിക്ക് പണി കിട്ടിയാലല്ലോ വന്നിട്ട് സെറ്റാക്കേണ്ട ആക്സസറീസ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ? അതൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കി വാങ്ങിച്ചോ. ഇതാണ് കേട്ടോ എടുത്ത പൾസറിന് ചെയ്യുമ്പോൾ പൾസർ പെരാന്തനാണ്. പൾസർ തലക്ക് പിടിച്ച് കിടക്കുന്ന ഒരുത്തനാണ് ഇതായി. അതിനെത്രയാ? 50 രൂപയാ? എടാ അതന്നെയല്ല, കൺഫേം അല്ലേ? ഏതാ രസം? ഏതാടാ? എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തു. അത് കുറച്ചും കൂടി പക്ഷേ കുറച്ചും കൂടി ഒരു വണ്ണം ഉള്ളവരാ. ഇനി നോക്കിയിട്ട് എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തോ. ഇതെന്താ സാധനോ? ഇതെന്നാ? കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായാ? ഇത് വണ്ടീൻ്റെ ഇതൊക്കെ ക്ലീൻ ആക്കുന്ന സംഭവങ്ങളാണ്. എന്നിട്ട് വണ്ടിയുടെ ഉള്ളിലോട്ട് നമ്മൾ എയർ വലിക്കുന്ന വാൾവ് ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇതിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാസ് അടിക്കും. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് നമ്മളതൊരു ബൈക്കാണെങ്കിൽ 15 മിനിറ്റ് വരിക. മറ്റുള്ള അതിന് 350 രൂപ വരും ബൈക്കിനൊക്കെ. കാർബറേറ്റർ അല്ല കേട്ടോ, കാർബൺ. എഞ്ചിൻ്റെ ഉള്ളിലുള്ള കാർബൺ. ഗൈസ് ഇവിടെ മൊത്തം സയൻസ് ആണ്. എനക്കൊന്നും മനസ്സിലാത്തതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ മാറി നിന്നിട്ടാണുള്ളത്. ഇവനിക്ക് ഇനി എന്തെല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് വായിച്ചത്. നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റും കൂടി ചെയ്തിട്ട് ഗൈസ് നമ്മളെന്തായാലും ബാക്കി നമ്മളെ ട്രിപ്പ് പോവാണ്. അപ്പോൾ ബൈ കാണാം. ബൈ. ഇപ്പോൾ ഈ ബോർഡർ എങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ ഇല്ല, നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടെന്നറിയില്ല. കേരള തമിഴ്നാട് ബോർഡർ പാസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അത് പാസ് ചെയ്തിട്ട് വരുമ്പം തന്നെ നമ്മൾ പാസ് എടുത്തിട്ടില്ല. അവിടെ പാസ് എടുക്കേണ്ടിട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്തിട്ട് എഴുതിയല്ല, ക്യാമറ ഓണാക്കിക്കൊണ്ട് കുറേ കൊല്ലുമാണ് ക്യാമറ ഓഫ് ആക്കി. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ അവർ കുറേ പറഞ്ഞ് വിടൂല.
ലാസ്റ്റ് പറഞ്ഞ് 150 റുപ്യ എന്നിട്ട് വേണ്ട അവിടെ നമ്മൾ വേഗം എടുത്ത് കൊടുത്തു. അന്നേരം 150 കൊടുത്തിട്ട് ബാക്കി നമുക്കൊരു 30 റുപ്യ നിങ്ങളൊരു 10 റുപ്യ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് 30 റുപ്യ എടുത്താൽ നിനി. ബട്ട് അത് കഴിക്കൂല. നമുക്കൊരു ഇതും തന്നില്ല, എന്തൊരു ഷീറ്റും തന്നിന്, വെറുതെ അടിച്ചിട്ട് തന്നിന്. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി എന്നാ എമർജൻസി മെഡിക്കൽ എമർജൻസിൻ്റെ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഗൈസ് ഇപ്പൊ കൈക്കൂലി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു അവസ്ഥ നോക്ക് ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ചെക്കനതാ ഫോണും വിളിച്ചു പോകുന്നത് കണ്ടാ, നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോന്ന് അറിയില്ല. വന്ന അവസ്ഥയാണ്. ഒരു പാസും തന്നിട്ടുണ്ട്, അത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങ് എന്താവെന്ന് അറിയില്ല. നമ്മളെന്തായാലും കൂട്ടിക്കറങ്ങിയതല്ലേ. അവിടെ നല്ലൊരു പോലീസുകാരനുണ്ട്, ഇതിന് ഓരോ സപ്പോർട്ട്. ഇതാണ് കേട്ടോ സാധനം, ഇതാണ് സാധനം. ടോട്ടൽ റുപ്പീസ് വെറും 10 റുപ്യേൻ്റെ സാധനത്തിന് ഓന് എടാ കണ്ണാ, വെറും 10 റുപ്യേൻ്റെ സാധനത്തിനാണ് നമ്മൾ എടുക്കുന്നത് 150 റുപ്യ വാങ്ങിച്ചേ. കണ്ട ഗൈസ്, ഉടായിപ്പ് വേണ്ട. ഇവർ ഫുള്ള് കൈക്കൂലി കേട്ടാ. ഇഭാഗം വരുമ്പോൾ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കുക, ഈ പാസ് എടുത്തിട്ടാറ്റം വരിക, അല്ലെങ്കിൽ ഇതേപോലെ ഗതി കെട്ടുപോകും. അപ്പോൾ ഇതേപോലെ ഗൈസ് നിങ്ങൾക്ക് മൂഞ്ചാണ്ടിക്കണമെങ്കിൽ ഈ പാസ് എടുത്തിട്ട് വരിക, അത്രേ പറയുള്ളൂ. വെറും 10 റുപ്യേൻ്റെ സാധനത്തിന് ഗൈസ് ഇപ്പോൾ 150 റുപ്യ വാങ്ങിച്ച് 200 റുപ്യ എന്നാണ് പറഞ്ഞത്. രണ്ടാൾക്ക് 200 റുപ്യ എന്ന് പറഞ്ഞിട്ടാണ് അവന് ഇങ്ങനെ വേടുക്ക് ആര് കാണുന്നവന് വേടുക്ക്. എന്തായാലും നമുക്ക് തിരിഞ്ഞിന് കഴിക്കൂല. ഇനി ആരെങ്കിലും വന്ന് പൊക്കി കൊണ്ടുവന്നു നമ്മളങ്ങ് പോട്ടെ. അതിൻ്റെ ആ വണ്ടി വരുന്നുണ്ടാ, അങ്ങ് കുറച്ചങ്ങ് മാറിയാൽ ആ ചെക്ക് പോസ്റ്റാണ്. ഇനി എന്തായാലും ഇവനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എന്തായാലും അവിടെ ഞാൻ ചെക്കിങ് ഉണ്ടെങ്കിൽ സീനാണ്. അപ്പോൾ ഗൈസ് ഇനി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എൻ്റെ മുടിയെല്ലാം ഒരു കോലായിക്ക്, എന്നാലും തീരെ പ്രതീക്ഷയില്ല ഇങ്ങനെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ബൈ. അപ്പം ഗൈസ് നമ്മളിപ്പോൾ പോയി ഇപ്പോൾ എവിടെ എത്തിയതെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഊട്ടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഊട്ടി എത്തിയിട്ട് എന്താ ചെയ്യേണ്ടത് രണ്ടാൾക്കും ഒരു പ്ലാനും ഇല്ല കേട്ടോ, വേർക്കായിരിക്കും. നമ്മളിങ്ങനെ പോയി കൊടുക്കുന്ന ഇത് നോക്ക് ഗൈസ്, വിൽസൺ പ്ലാന്റേഷൻസ്. മരം നോക്ക് ഗൈസ്, പൊള്ളിയല്ലേ, നൈസല്ല ഗൈസ്, നൈസല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് ഈ മരം കാണാൻ. ഇവിടെ കുറേ ആൾ നിർത്തിയിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പോളി സ്ഥലത്താണ് ഗൈസ് ഉള്ളത്. ഇപ്പോൾ വണ്ടിക്ക് എന്ത് എണ്ണ നല്ലോണം എടുക്കുന്നുണ്ട്, കയറ്റം കയറി കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എനിക്ക് പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. ഇത് കണ്ടോളെ ഗൈസ്, ആ മരം കണ്ട എവിടെ, അത് അതിൻ്റെ വണ്ണം കണ്ട ഗൈസ്, ഏത് വണ്ണമല്ലേ, പുളിയല്ലേ. ഇതാ നേരെ മേലെ വരേണ്ടി. ഇത് ഏത് മരമാണെന്ന് എനിക്കറിയില്ല. ഏതാണ് മരമോ എനിക്കറിയില്ലല്ലോ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്ക് വണ്ടീനെ പറ്റിയിട്ടേ അറിയും. എന്തായാലും പൊളിയാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ട് ഇതുവരെ ഇട്ടില്ല. എന്തിനാണ് ഞാൻ ജാക്കറ്റ് എടുത്തതെന്ന് അറിയില്ല. ജാക്കറ്റ് ഇടേണ്ട അത്ര തണുപ്പൊന്നും ഇല്ല. ഇപ്പോൾ സമയം എത്രടായേ? സമയം ഇപ്പോൾ ആയത് 12:17 ആയി. സമയം 12:17 ആയത്. നമ്മൾ 5:30 പുറപ്പെട്ടതാന്ന് ഓർക്കണം കേട്ടോ. നമ്മളിപ്പോൾ രാത്രിയൊക്കെ എങ്ങനെ തിരിച്ചങ്ങ് എത്തും? രാത്രി എത്താൻ പറഞ്ഞില്ലടാ. ഇതാണ്ട ഗൈസ്, പൊളിയല്ലേ, കിടിലല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ടൈം തീരുന്നതാണ് കേസ്. നമുക്ക് അധികം ടൈമില്ല. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേഗം രാത്രിയൊക്കെ പറ്റുമെങ്കിൽ പുരക്ക് എത്തണം. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വേഗം എത്താൻ പറഞ്ഞിന്. അതുകൊണ്ട് തന്നെ ഇനി ഊട്ടി എത്തിയിട്ടുള്ള ഭാഗവും ഈ ഭാഗമല്ല, ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ എന്താക്കാൻ എനിക്കിനി എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഇവനിങ്ങനെ വെച്ചാക്കില്ല. അപ്പോൾ ബൈ ഗൈസ്. വടയും സാമ്പാറും തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടോ നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ. വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ ചൂടറിയുന്നില്ലല്ലോടാ, ചൂടറിയുന്നില്ല, വെയിലുണ്ട് എന്നുള്ളൂ. നല്ല തണുപ്പാണ്. ഇതാണ് സാധനം. ഞാൻ ഈ ക്യാമറ പിടിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സാധനം. വടട്രോളാ എന്നാ നമുക്ക് ജസ്റ്റ് ഇവിടെ എന്താ ഇവർ സാമ്പാർ വടാന്ന് പറഞ്ഞത്, സാമ്പാറിൽ മുക്കിയിട്ട് വടാന്ന്. ജസ്റ്റ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒപ്പിക്കാം, വലിയ നമ്മളെല്ലാം അങ്ങോട്ട് സെറ്റാ. നമുക്ക് മറ്റേ എവിടെയാണ് ഇഷ്ടം, നമ്മളവിടുത്തെ ആ ക്രഞ്ചി ആയിട്ടുള്ള സാധനമില്ല. സാമ്പാറിൽ മുക്കിയോണ്ട് ക്രഞ്ചായി കിട്ടൂല, വേറെ കാര്യം. ചായ വേണ്ട, എനിക്ക് ചായ വേണ്ട, എനിക്ക് വേണം കുടിച്ചോ. അപ്പോൾ ഞാൻ ഇനി എല്ലാം തിന്നിട്ട് കുറേ സാധനം തിന്നട്ടെ. എന്നിട്ട് അതിൻ്റെ അടുക്ക് വേറെ എന്തെങ്കിലും വായിച്ചെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ.
കാണിച്ചു കൊടുക്കണ, കാണിച്ചു കൊടുക്ക്. പൊളിയല്ലേ guys, പൊളിയല്ലേ. നമ്മൾ ഇത്രയോ നേരം റൈഡ് ചെയ്തിട്ട് നമ്മൾ ആകെ റെസ്റ്റ് എടുക്കാൻ നിർത്തിയത് ഇവിടെയാണ്. നേരത്തെ ഒരു ചായക്കടയിൽ നിർത്തിയിട്ടില്ല. എൻ്റെ പൊന്നോ മരണം ഉണ്ടായിപ്പോൾ. സാമ്പാർ വടാന്ന് പറഞ്ഞ് 2 വടിയും സാമ്പാർ തന്നിട്ട് നമ്മളൊരു 40 ഉറുപ്പ്യ അധികം വായിച്ചേ. ടോട്ടൽ 120 ഉറുപ്പ്യ കൊടുത്തിട്ടാണ്. വൻ നഷ്ടം കേട്ടാ. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനേ പാടില്ല. നിന്റെ അഭിപ്രായം എന്താ കാണാ? എനക്കത് തന്നെ പറയാനുള്ളൂ. നമ്മളെ നാട്ടില് ഫ്രീ ആയിട്ട് ഒരാവശ്യമില്ലാണ്ട് കിട്ടുന്ന സാമ്പാറും ചട്നിയും ഇവിടെ 20 ഉറുപ്പ്യ 40 ഉറുപ്പ്യ. സാമ്പാർ ചട്ടിയിൽ വാരിത്തിരി ഇന്ന മോനെ പിടിച്ചോന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയാ ഇത് കാണിച്ചു കൊടുക്കടാ. ഇതാണ് ഫുള്ളാണ്ടാ കിട്ടിയില്ലേ അല്ലേ. ഇപ്പൊ നമ്മളിവിടെ വണ്ടി എടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. ഇവിടെ സീൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് ഇല്ല. എന്താ ഞാൻ പിടിച്ചോളൂ. ഇവിടെ സീൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല. മറ്റേ നെറ്റിന് വേണ്ടിയിട്ട് റേഞ്ച് കിട്ടുന്നില്ല. അതാണ് സീൻ. അങ്ങ് ദൂരെയുള്ള മലയെല്ലാം കണ്ടൊക്കെ പൊളിയല്ലേ. എന്നെ പോന്നെ ഏതാടാ രസം കാണാൻ. ഏതാ രസം. കുറേ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ കളിയെല്ലാം കണ്ടിട്ട് വന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരേട്ടനടുത്ത് പശുവിനെ അടിക്കാനും വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. ഇവിടെ കണ്ട കുറേ പശു ഉണ്ട്. ഇത്ര നേരം പശു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നുണ്ടേനു. അവിടെ വണ്ടി കണ്ട. ഓ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇയർഫോണെല്ലാം വരുന്നുണ്ട് ഗൈസ്. എന്താ പറയുക ഗൈസ്, ഭയങ്കര ഒരു ഫീലാണ്. ഇവിടെ തണുപ്പ് വശം കുറവാണേ. തണുപ്പ് കുറച്ച് കുറവാണ്. കണ്ണ ഫോൺ വിളിക്കുന്നത്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് തരാൻ ആരും ഇല്ല. ഞാൻ തന്നെ കൈമ പിടിച്ച് റെക്കോർഡ് ചെയ്യണം ഗൈസ്. എന്താണ് അവസ്ഥ അല്ലേ. ഭയങ്കര ഫീലാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കര ആശിച്ചിട്ട് വന്നൊരു സ്ഥലം പോലെ ഇത്. എന്തായാലും നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഇങ്ങനെ നിന്നിട്ട് ചില സ്ഥലം നോക്കണം. ഇവിടെ ഒന്നും ആരും അങ്ങനെ അധികം നിർത്താറില്ല. ബട്ട് നമുക്കെന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട് നിർത്തിയതാണ് കേട്ടോ. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്കാരിട്ടൊന്നും പറയില്ല. പിന്നെ നമ്മൾ ഊട്ടിയിലേക്ക് ആടെ ചായ കുടിക്കാൻ നിർത്തി. ഇപ്പോൾ 35 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം 35 കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ ഇനി ഇവിടുന്ന് ഒരു എന്തായാലും ഒരു 30 കിലോമീറ്റർ 28 കിലോമീറ്റർ എങ്കിലും ഇനി ഉണ്ടാവും. ഞാൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് ആടുന്ന എന്തെങ്കിലും എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വിടും. രാത്രിക്ക് പുറക്കെത്തണം. അതാ കോമഡി. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഗൈസ് നമ്മളിപ്പോൾ ഊട്ടിയിലെത്തി. കോമഡിയാണ്. ഊട്ടി വരെ നമുക്കൊരു എയിം ഉണ്ടായിരുന്നു. ഊട്ടി പോകണം. ഊട്ടിയിൽ വന്നതിന് നമുക്കറിയില്ല എങ്ങോട്ട് പോകണം. ഞാൻ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഊട്ടിയിലേക്ക് 2 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നോട് നമ്മൾ കുറേ തപ്പി ഈ ഊട്ടിയിലേക്ക് ഉള്ള തമിഴന്മാരോടുള്ള ഹിന്ദി സംസാരിച്ച് ഇതാ ഊട്ടിയിലേക്ക് കാണിച്ചുതരാം. ഇതാ കേസ് ഊട്ടിയിലേക്ക്. ഇതെന്താ നാട്ടിൽ അണക്കെട്ട് പോയി കണ്ടാൽ മതി. എനിക്ക് മാഹിപ്പോയിൽ മറ്റു ബോട്ടെല്ലാം വന്നില്ല. അവിടെ ഒരു പോയാൽ മതി. കണ്ടാ ഇവിടെ. പിന്നെ അവിടെ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫേസ് കാണാൻ കുറച്ച് പാടായിരിക്കും. വാടാ, ഞാൻ എന്തായാലും ആ ഭാഗമെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചെക്കൻ അവിടെ ഇരുന്നിട്ടുള്ള ചെക്കൻ ഫുള്ള് സൈഡായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഓന ഇത്ര നേരം ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് അവൻ ഫുള്ള് സൈഡായിട്ടുള്ളത്. ഞാൻ എന്തായാലും വന്നതല്ലേ, ഈ ഭാഗമെല്ലാം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഊട്ടിയിലേക്ക് വരണ്ട കേട്ടാ. ഇവിടെ ഒന്നും കാണാനില്ല. നമുക്ക് പിന്നെ സ്ഥലം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളെന്തായാലും അറിയുന്ന സ്ഥലമൊക്കെ കമൻറ്റ് ബോക്സിലിട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ പോവാം. ഇതൊരു മറ്റേടത്ത് പരിപാടി. ഇതാ നിങ്ങളെ കിടിലൻ സാധനം പെരാന്ത്. വേറെന്താ പറയാൻ ഗൈസ്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതെന്താ ഇവിടെ പാട്ടുണ്ട്. ഈ പാട്ട് വെച്ചിട്ട് കോപ്പി റൈറ്റ് അടിക്കോളി. ഫസ്റ്റ് വീഡിയോ ഒക്കെ കോപ്പി റൈറ്റ് അടിച്ചാൽ ശരിയാവില്ല. നമുക്ക് ഡു നോട്ട് ത്രോ ഗാർബേജസ്. ഇവിടെ കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം. അവിടെ ആരെല്ലോ ഉണ്ട്. എനിക്കെന്തോ പോലെ ആളുകളുടെ അടുക്ക പോകാൻ. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. വെറും മണ്ടത്തരായിപ്പോയി ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചത്. ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയിട്ട് കുറച്ചൊരു ഊഞ്ഞാലടിയാലോ. കണ്ണനെ വിളിച്ചിട്ട് വരാം. അതാകുമ്പോൾ റെക്കോർഡ് ചെയ്ത് തരാൻ ആളായി. ഇത് വെറുതെ വന്നോലായി പോയി ഗൈസ്. നമുക്ക് ഏതോ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോകാൻ പറ്റുമോ നോക്കണം. ബട്ട് അവിടെ പോകാൻ പറ്റുന്നതിലുപരി നമുക്ക് ടൈമില്ല. നമുക്ക് വേഗം വീട്ടിലെത്തണം. വീട്ടിൽ നിന്ന് കോള് വന്നില്ല. രണ്ടാളെ വീട്ടിൽ നിന്ന് കോള് വരാൻ തുടങ്ങി. ഇനി നമുക്ക് വേഗം പോകണം. ഇവിടെ പാട്ടെല്ലാം വെച്ചിന് കഴിച്ചു. ഇവർക്ക് മര്യാദക്കുള്ളൊരു പാട്ട് വെച്ചുകൂടെ. അയ്യോ കണ്ണനതാടെ സെറ്റായിട്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. തണുപ്പ് മാത്രം എല്ലാ സ്ഥലത്തും ഉണ്ട്.
അപ്പോൾ ഞാൻ ഓനെ കൂട്ടിയിട്ട് വരുന്നു. ഓനെ കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ മേലെ പോയിട്ട് ഊഞ്ഞാലാടി കളിക്കാം. ഊഞ്ഞാലെങ്കിൽ ഊഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാമല്ലോ വന്നിട്ട്. എടാ കണ്ണാ ബാ ഊഞ്ഞാലാടാലോ. ബാ 2:30 ആ 2:30 ഗസ്. ചുരം ഇറങ്ങിയില്ലെങ്കിൽ സീന. ചുരം ഇറങ്ങിയില്ലെങ്കിൽ ഫുള്ള് കോടമഞ്ഞായി പോവും. ഫുള്ള് കോടമഞ്ഞെന്ന് വെച്ചാൽ കണ്ണൊന്നും കാണൂല. എൻ്റെ ഫോണിൻ്റെ സ്പേസും തീരാനായി ഗൈസ്. ഇപ്പം എന്താ ചെയ്യാൻ? അപ്പോൾ ഗൈസ് ഊഞ്ഞാലാടുന്നില്ല. നമ്മൾ തിരിച്ചു പോന്ന വിടാ. എന്താ ഇല്ലടാ എനിക്ക് ഇതേലാവില്ല. കണ്ട ഗൈസ് എൻ്റെ ഹെൽമെറ്റ് പോകാൻ അടിച്ചോണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിവ സ്പീഡിലാവലും പോന്നെ. എൻ്റെ മയ്യത്ത് ഉറപ്പായി. അപ്പോൾ ഗൈസ് ഇനി ബാക്കിയെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ ഗൈസ്. ബൈ 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 ബൈ. അല്ല അപ്ഡേറ്റ് ചെയ്യലല്ലേ, ഇനി ചിലപ്പോൾ പുറക്കെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കലുണ്ട്. തീരെ സ്പേസ് ഇല്ല. പോകുന്നേക്ക് നല്ല കോടാഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് റെക്കോർഡിങ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കോടാഞ്ഞ്. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോന്നെ. ഗുഡ് ലക്കേ പോയി ബൈ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 3 ദിവസമായി വന്നിട്ട് കേട്ടോ. ട്രിപ്പ് കഴിഞ്ഞ് 3 ദിവസമായി വന്നിട്ട് എൻ്റെ ചങ്ങാതി കണ്ണൻ്റെ അനിയത്തിൻ്റെ ലാപ്പിലെല്ലാം സെറ്റാക്കിയത്. ബട്ട് അതാണെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടൂ. എനിക്കാണെങ്കിൽ ഫുൾ ടൈമും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് ഞാൻ ഔട്ട്രോ എടുക്കുന്നത്. നമ്മൾ അതിന് ശേഷം ഊട്ടിയിൽ കുറച്ച് സ്ഥലമെല്ലാം കറങ്ങി എന്നിട്ട് മറ്റേ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ അവിടെ പോയി. അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റെല്ലാം വാങ്ങിച്ചിട്ട് വരക്കേക്ക്. പിന്നെ അതെല്ലാം കഴിഞ്ഞിപ്പോൾ സെറ്റായി വന്നിട്ടാണുള്ളത്. വരുത്ത് എന്നെല്ലാം പറഞ്ഞാൽ നല്ല ഫോഗും കാര്യങ്ങളും എല്ലാം വരുന്നതിക്കെല്ലാം കിട്ടില്ല. പൊറാട്ടയും ചിക്കൻ പൊരിച്ചെല്ലാം കഴിച്ചിട്ട് കഴിച്ച് പൊളിയായിരുന്നു. വരുത്തെല്ലാം പൊളിയായിരുന്നു. ഓനെ എടുത്തത് അയ്യോ ചില ടൈമെല്ലാം ഇടുന്ന ഇങ്ങനെ കാഞ്ഞിന്. എന്താണെന്ന് വെച്ചാൽ ടൈമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു വളരെ വൃത്തിയിട്ട റോഡ്. എത്ര ഒരു 10-20 കിലോമീറ്ററെങ്കിലും പൊളിച്ചിട്ട റോഡ്. വല്ലാത്തൊരു അവസ്ഥയാണ് അത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സെറ്റാട്ടോ നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടല്ല പോയത്. നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ കാണേണ്ടിട്ടല്ല പോയത്. നമ്മളൊരു റൈഡായിട്ടാണ് ആ ജേണി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുതൽ ഇതേപോലത്തെ വ്ളോഗായി ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അടുത്തൊരു വ്ളോഗായി കാണുന്നേരം ഗുഡ് ബൈ.